ഓക്കെ, റോളിംഗ് അല്ലേ? ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു ദ സെക്കൻഡ് എപ്പിസോഡ് ഓഫ് കൗണ്ടർ കൾച്ചർ. നിങ്ങൾ നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് കണ്ടു എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് പ്രതീക്ഷയുടെ അളവാ. നിനക്ക് തന്നെ ഒരു പ്രതീക്ഷ ഇല്ലെന്ന് തോന്നുന്നില്ല അത് കണ്ടിട്ട്. ഉണ്ട്, പ്രതീക്ഷ ഉണ്ട്. ഞാൻ കണ്ടിട്ടില്ല, എന്നാലും നിങ്ങൾ പക്ഷെ നല്ലൊരു എപ്പിസോഡായിരുന്നു അല്ലേ? സൂപ്പർ സൂപ്പർ. നമ്മൾ എൻജോയ് ചെയ്തു. നമ്മൾ എൻജോയ് ചെയ്തു. അതെ, ഇത് രണ്ടാമത്തെ എപ്പിസോഡാണ്. നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ എന്തായാലും നമ്മുടെ വിഷയം മൂവി റിവ്യൂസ്. അപ്പോൾ അത് വന്നു, പക്ഷെ ആ വീഡിയോയിന് ആവശ്യത്തിന് വ്യൂസ് വന്നില്ല. അതുകൊണ്ട് ട്രാഫിക് വരുത്താൻ എന്തെങ്കിലും ചെയ്യണം എന്ന് നമ്മുടെ മുതലാളി നമ്മളടുത്ത് പറഞ്ഞതുകൊണ്ട് ഇന്നത്തെ പോഡ്കാസ്റ്റ് എപ്പിസോഡിന്റെ വിഷയമാണ് ട്രാഫിക്. എൻ്റെ മറ്റേ കൗണ്ടർ കൾച്ചറിനെയൊക്കെ നല്ല സാധനമായിരുന്നു. സൂപ്പറായിരുന്നു. നമ്മൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ, എൻ്റെ പേര് ദീപക്. എൻ്റെ ഒരു മഹാദേവനെയർ. എൻ്റെ പേര് ജോൺ. എൻ്റെ പേര് അനീസ്. അത്രേ ഉള്ളൂ. നമ്മളെല്ലാവരും സ്റ്റാൻഡപ്പ് കോമിക്സ്. നമ്മളെല്ലാവരും സ്റ്റാൻഡപ്പ് കോമിക്സ് ആണ്. ഇത് നമ്മുടെ പോഡ്കാസ്റ്റ് ആണ്, കൗണ്ടർ കൾച്ചർ. കൗണ്ടർ കൾച്ചർ. അപ്പോൾ ട്രാഫിക്കിനെ ഞാൻ പറഞ്ഞില്ലേ, കൗണ്ടർ കൾച്ചർ. കൗണ്ടർ കൾച്ചർ. നിങ്ങൾ എന്താ ഇത് കൗണ്ടർ ഇല്ലാത്ത കൾച്ചർ ഇല്ലാത്ത 4 പേര്, കൾച്ചർ ഇല്ലാത്ത 4 പേര് കൗണ്ടർ അടിക്കുന്നതാണ് കൗണ്ടർ കൾച്ചർ. കൾച്ചർ ഇല്ലാത്ത 4 പേർ കൗണ്ടർ അടിക്കുന്ന കൗണ്ടർ കൾച്ചർ. വെൽക്കം ടു ദ എപ്പിസോഡ്. ഞാൻ സ്റ്റാൻഡപ്പ് കോമഡി, അനീസും മാധവനും ഒക്കെ സ്റ്റാൻഡപ്പ് കോമഡി തുടങ്ങിയത് ജോൺ ജോയിനെ കണ്ടിട്ടായിരിക്കാം. ആണോ മഹാദേവ? നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. നീ ഒരു ഇന്റർവ്യൂ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ജോൺ ജോയിനെ കണ്ട്. ഇല്ല, ഐൻ ഹാസ്, ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഫ്ലാഷ് ബാക്ക്. പിന്നെ അത് കഴിഞ്ഞ് ജോണിന്റെ സ്റ്റാൻഡപ്പ് കോമഡി വീഡിയോസ് ഒക്കെ കണ്ടു തുടങ്ങിയ പിന്നെ പുറത്ത് പറയത്തില്ല. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ. ഞാനിങ്ങനെ കൂതറ ഷോകളൊന്നും TV ഷോകളൊന്നും കാണത്തില്ലായിരുന്നു. ഇനി എന്തും പറയാമല്ലോ. മഹാബോറാൻ സാറേ. അപ്പോൾ ജോൺ ഒളിവർ എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിയുണ്ട്. ജോൺ അല്ല, ജോൺ ഒളിവർ. അപ്പോൾ പുള്ളിയുടെ ഒരു പരിപാടിയുണ്ട്, ഡെയിലി ഷോ, ടുനൈറ്റ് ഷോ, ഡെയിലി ഷോ. ലാസ്റ്റ് വീക്ക് അങ്ങനെ എന്തോ ഒരു ഷോ. അപ്പോൾ പുള്ളി അങ്ങനെ ഒരു വിഷയം എടുത്തിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാൻ ട്രാഫിക്കിനെ പറ്റി ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. ഇതിൽ 3 കണക്ഷൻ ഉണ്ടായിരുന്നില്ലല്ലോ. ജോൺ ഒലിവറും ട്രാഫിക്കും ബ്രേക്ക് ഡൗണും ഇവന്റെ എപ്പിസോഡും. എപ്പിസോഡ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുക, ആരും കണ്ടിട്ടില്ല. അതിൽ നിന്നാണ് ഞാൻ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതേപോലെ ഒരു വിഷയം എടുത്ത് ചെയ്യുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ സംസാരിച്ച വിഷയമാണ് ഡൗൺസ് തോംസൺ പാരഡോക്സ്. ബോറടിപ്പിക്കണ്ട, നമുക്കിത് യൂട്യൂബിൽ കണ്ടാൽ മതി, സ്കിപ്പ് അടിക്കാറ്. പക്ഷെ ഞാൻ പറയാം, അത് വളരെ നല്ലൊരു പറയാൻ രസമുള്ള ഒരു സംഭവമാണ്. അതായത് കേൾക്കാൻ രസമില്ല, പറയുമ്പോ സൂപ്പറാ. നമുക്ക് ഈ തിയറിയിലോട്ട് പിന്നാലെ നമുക്ക് ആദ്യം എന്തെങ്കിലും ട്രാഫിക്കിനെ പറ്റിയുള്ള പേഴ്സണൽ അനുഭവങ്ങൾ പറയാം. ബാംഗ്ലൂരിൽ ട്രാഫിക്, പക്ഷെ കൊച്ചിയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കാക്കനാടി നമുക്ക് പനമ്പള്ളി വരണമെങ്കിൽ വൈകിട്ട്, ഇന്നലെ നമ്മുടെ ഷോ ഉണ്ടായിരുന്നു, ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്. നമ്മുടെ ഷോയിന് വന്ന് നമ്മുടെ 2 ഫ്രണ്ട്സ്, അതിലൊരാൾ പറഞ്ഞ് അവർ 5:30 ഇറങ്ങിയിട്ട് അവർക്ക് 2 മണിക്കൂർ എടുത്ത് പനമ്പള്ളിയിൽ എത്താൻ എന്നുള്ള. 5 മണിക്ക് വരുമെന്നല്ലേ പറഞ്ഞത്? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 3 മണിക്കൂർ ഞാൻ ഇതിന് പറ്റിക്കുന്നതായിരിക്കും, ഷോയ്ക്ക് വരായിരിക്കും അവരൊരു കാരണങ്ങൾ. ട്രാഫിക്കിന്റെ 7:45 വന്നു. അവര് പിന്നെ ആയിരിക്കും ശരിക്കും ഷോയിന് വന്നതിന്. അല്ല, ഇതില് ചെറിയൊരു സാധനമുണ്ട്. 5 മണിക്ക് അവര് നമ്മുടെ ഷോയ്ക്ക് വേണ്ടി കാക്കനാട് ഇറങ്ങി എന്ന് പറയുന്നത് 5:45 ഇറങ്ങി അവര്. നടന്നാണോ വന്നത്? അടിപൊളി. ശരിയാണല്ലോ. അല്ല, നമ്മുടെ അവിടെ അങ്ങനെ എന്നും അങ്ങനെ ട്രാഫിക് വലിയ പ്രശ്നം. ചിലപ്പോ നമ്മള് വലിയ ബ്ലോക്ക് പ്രതീക്ഷിച്ച് ഇറങ്ങുന്ന ദിവസം വലിയ ഒരു പ്രശ്നമില്ലാണ്ട് നമ്മൾ സിമ്പിൾ ആയിട്ട്. നമ്മുടെ ഷോ നടക്കുന്ന ദിവസമാണ് മിക്കവാറും ട്രാഫിക്. അത് എനിക്ക് തോന്നുന്നു എല്ലാവരും കൂടി ഇറങ്ങിയിട്ടാന്ന് തോന്നുന്നുണ്ട് റോഡിലേക്ക്. അല്ല, ഇപ്പൊ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ ഗൂഗിൾ മാപ്പ് വേണ്ടാത്ത ഒരു ഇടവരി കാണിക്കും, പക്ഷെ അതൊരു മൂഞ്ചിയ വരിയായിരിക്കും. ഒരു ഫ്രണ്ട് ഉണ്ട്, നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അലക്സ് എന്ന് പറഞ്ഞിട്ട്. പുള്ളി തല്ലുമാല 3 പ്രാവശ്യം കണ്ടു, എന്നിട്ടും തുടക്കം കണ്ടിട്ടില്ല ഇതുവരെ. അതങ്ങനെ അവിടെ പറ്റിപ്പോയി. സോ നമ്മുടെ ട്രാഫിക് സിസ്റ്റം ഇന്റർനാഷണൽ ആവട്ടെ, പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നമ്മുടെ മുഖ്യമന്ത്രി സാർ പറയുന്നുള്ള യൂറോപ്യൻ നിലവാരത്തിലേക്കും എത്തട്ടെ. എന്തൊരു റോഡാണ് നമ്മുടെ റോഡ്. അതുപോലെ നമ്മുടെ തോടുകളും അതുപോലെ ആകട്ടെ, ട്രാഫിക് സിസ്റ്റം അതുപോലെ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
അതെ വൈൻഡ് അപ്പ് ചെയ്യാം. ട്രാഫിക്കിൽ ഇനി അധികം പറയാനൊന്നുമില്ല. ഒന്നുമില്ല, നിർത്താം. താങ്ക് യു. ഇത്രയും നേരം ഞങ്ങളെ കണ്ടിരുന്നു. നമ്മൾ കഴിഞ്ഞോണെ പറഞ്ഞാൽ തന്നെ നമ്മൾ കൂടുതൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമന്റ്സിൽ ഈ പോഡ്കാസ്റ്റ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ എടുത്ത് അങ്ങനെയെങ്കിലും കമന്റ്സ്. അപ്പൊ കുറെ കമന്റ്സ് മാത്രം. വ്യൂ 40, കമന്റ്സ് 50. 10 എന്റെ അച്ഛനാണ്, വേറെ ജോലിക്ക് പോടാ മോനെ. ഒരു രാഷ്ട്രീയ ചായയോടുകൂടി ഈ വിഷയത്തെ സമീപിക്കരുത്. ഇല്ല, നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, നമ്മളെല്ലാവരും പറയുമ്പോൾ നമ്മൾ എല്ലാ പാർട്ടിക്കാരെയും പറയുമല്ലോ. നമുക്കങ്ങനെ രാഷ്ട്രീയമില്ലല്ലോ, നമുക്കുള്ളത് അരാഷ്ട്രീയമാണ്. റോഡ് എന്ന് പറയുന്നത് ഒരു കഴിഞ്ഞു. അത് തന്നെ. നമ്മൾ കൂടുതൽ നല്ല സബ്ജക്ട്, നമ്മുടെ മൈക്ക് റോഡ്, കൂടുതൽ ഗസ്റ്റുകൾ, കൂടുതൽ ഫെസിലിറ്റീസ് ആയിട്ട് നമ്മൾ നല്ല പുതിയ എപ്പിസോഡിൽ അടുത്ത് വരും. വി ആർ ഓൾസോ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. ബൈ. ഇത് കെടുത്തുമ്പോഴത്തേക്കും ഫുൾ ഇരുട്ടാവുന്ന വല്ല പരിപാടി. അത് ചെയ്ത് നോക്കട്ടെ. മറ്റേ കഴിഞ്ഞു.